പാർലമെന്റിലെ നന്ദി പ്രമേയ ചർച്ചയിൽ പ്രതിപക്ഷത്തെ പരിഹസിച്ചുകൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മറുപടി. സഭ ബഹിഷ്കരിക്കാനുള്ള പ്രതിപക്ഷത്തിന്റെ തീരുമാനം ജനങ്ങൾ സാക്ഷാത്കരിക്കുമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. അടുത്ത തെരഞ്ഞെടുപ്പിന് ശേഷം പ്രതിപക്ഷം സന്ദർശക ഗാലറിയിലായിരിക്കും. കോൺഗ്രസിന് ഒരു കുടുംബത്തോട് മാത്രമാണ് പ്രതിബദ്ധതയെന്ന് പറഞ്ഞ നരേന്ദ്രമോദി ഇന്ത്യ മുന്നണിയിലെ ഭിന്നതകളെയും പരിഹസിച്ചു. അടുത്ത തെരഞ്ഞെടുപ്പിൽ NDA 405 സീറ്റ് നേടുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. बार बार लॉन्च करने के चक्कर में कांग्रेस की दुकान ताला लगने की नौबत आ गई है। और ये दुकान हम नहीं कह रहे, आप लोग कह रहे हैं। आप लोग कहते हैं दुकान खोलिए कि हमारे तीसरे टर्म में भारत दुनिया की तीसरी बड़ी आर्थिक ताकत बनेगा और ये मोदी की गारंटी है। വരുന്ന തെരഞ്ഞെടുപ്പിൽ പ്രചാരണായുധങ്ങളായി ബി ജെ പി കാണുന്ന സ്ത്രീ ശാക്തീകരണം മുതൽ അയോധ്യ രാമക്ഷേത്രം വരെ പരാമർശിച്ചായിരുന്നു പ്രധാനമന്ത്രിയുടെ പ്രസംഗം. OBC ക്ഷേമം ആവശ്യപ്പെടുന്ന പ്രതിപക്ഷത്തിന് താൻ OBC വിഭാഗക്കാരനാണെന്ന് പ്രധാനമന്ത്രിയുടെ മറുപടി. മൂന്നാം ഊഴത്തിൽ ഇന്ത്യയെ മൂന്നാമത്തെ സാമ്പത്തിക ശക്തിയാക്കും എന്നത് മോദിയുടെ ഗ്യാരണ്ടിയാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ബൽറാം നെടുങ്ങാടി ഡൽഹിയിൽ നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. ബൽറാം, എന്തൊക്കെയാണ് പ്രധാനമന്ത്രി പറഞ്ഞത്? വേണു, 2024 ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ BJP എന്തെല്ലാമായിരിക്കും ആയുധങ്ങൾ ആക്കുക എന്ന് വ്യക്തമായ ഒരു ചിത്രം നൽകുന്നതാണ് പ്രധാനമന്ത്രിയുടെ പാർലമെന്റിലെ പ്രസംഗം. ഈ ലോക്സഭയുടെ കാലത്തുള്ള ഏറ്റവും ഒടുവിലത്തെ പ്രധാനമന്ത്രിയുടെ പ്രസംഗമായിരിക്കും ഇത്. അതുകൊണ്ട് തന്നെ ഇതിൽ എല്ലാ കാര്യങ്ങളും സർക്കാരിൻ്റെ കഴിഞ്ഞ 2 സർക്കാരുകളുടെ ഭരണ നേട്ടങ്ങളെ മുഴുവനായും പരാമർശിച്ച പ്രധാനമന്ത്രി ഒപ്പം തന്നെ പ്രതിപക്ഷത്തിൻ്റെ ആയുധങ്ങളെ ഓരോന്നിനായി എടുക്കുകയും അതിനെ പൊളിക്കുകയും ചെയ്തു എന്നുള്ളതാണ് തൻ്റെ പ്രസംഗത്തിൽ നിർവഹിച്ചിരിക്കുന്നത്. അദ്ദേഹം ലോക്സഭയിൽ പ്രസംഗം ആരംഭിച്ച ഘട്ടത്തിൽ പുതുക്കിപ്പണിത സഭയെക്കുറിച്ചും ചെങ്കോലിനെക്കുറിച്ചും സംസാരിച്ച് തുടങ്ങിയ പ്രധാനമന്ത്രി നേരെ തന്നെ പ്രതിപക്ഷത്തെ ആക്രമിക്കാനാണ് ആദ്യഘട്ടത്തിൽ തന്നെ ശ്രമിച്ചത്. സഭ ബഹിഷ്കരിക്കാനുള്ള പ്രതിപക്ഷത്തിൻ്റെ തീരുമാനം അത് വരുന്ന തിരഞ്ഞെടുപ്പിന് ശേഷം ജനങ്ങൾ സാക്ഷാത്കരിക്കും. പ്രതിപക്ഷം സന്ദർശക ഗാലറിയിലേക്ക് ഒതുങ്ങും. സോണിയാഗാന്ധി രാജ്യസഭയിലേക്ക് മത്സരിക്കാൻ പോകാൻ ആഗ്രഹിക്കുന്നു എന്ന റിപ്പോർട്ടുകൾ ഉൾപ്പെടെ പ്രധാനമന്ത്രി പേരെടുത്ത് പറയാതെ പരാമർശിച്ചുകൊണ്ട് ചില നേതാക്കൾ രാജ്യസഭയിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നു എന്നതടക്കമുള്ള പരാമർശങ്ങൾ പ്രധാനമന്ത്രി നടത്തി. ഒപ്പം തന്നെ രാഹുൽ ഗാന്ധിയെയും രാഹുൽ ഗാന്ധി സ്ഥിരമായി ഉപയോഗിക്കുന്ന സ്നേഹത്തിൻ്റെ കട എന്നതും പേരെടുത്ത് പറയാതെ പ്രധാനമന്ത്രി പരിഹസിക്കുകയും കട തുറക്കാൻ ശ്രമിക്കുന്ന കോൺഗ്രസിൻ്റെ കട പൂട്ടും എന്ന് അദ്ദേഹം പറയുകയും ചെയ്തു. കോൺഗ്രസ് ഒരു നേതാവിനെ മാത്രം കടയിലൂടെ റീലോഞ്ച് ചെയ്യാനാണ് ശ്രമിക്കുന്നത്. പലതവണ റീലോഞ്ച് ചെയ്യാൻ കോൺഗ്രസ് ശ്രമിക്കുന്നു എന്നും പരിഹാസവും പ്രധാനമന്ത്രി നടത്തി. കോൺഗ്രസിനെതിരെ കടുത്ത വിമർശനങ്ങളാണ് പ്രധാനമന്ത്രി നടത്തിയത്. പ്രതിപക്ഷത്തെ മറ്റ് പാർട്ടികളെ ഉയർന്നു വരാനും കോൺഗ്രസ് അനുവദിക്കുന്നില്ല, മറ്റ് പാർട്ടികളെ അടിച്ചമർത്തുന്നു. പാർട്ടിക്കുള്ളിലെ തന്നെ കഴിവുള്ള നേതാക്കളെ കോൺഗ്രസ് അടിച്ചമർത്തുന്നു, വളരാൻ അനുവദിക്കുന്നില്ല എന്നും ദീർഘകാലം പ്രതിപക്ഷത്തിരിക്കാൻ കോൺഗ്രസിനെ പ്രതിപക്ഷത്തെ അനുഗ്രഹിക്കട്ടെ എന്ന പരാമർശവും പ്രധാനമന്ത്രി. ശരി, ബൽറാം നെടുങ്ങാടിയാണ് പ്രധാനമന്ത്രിയുടെ മറുപടി പ്രസംഗത്തിന്റെ വിശദാംശങ്ങളുമായി ഡൽഹിയിൽ നിന്ന് ചേർന്നത്.